ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോസും ഹോപ്പണപ്പണുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്ന് ഹോപ്പണപ്പണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 3 പണം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ, അതായത് അബണ്ടൻസിനെ, സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ഹോപ്പണപ്പണം മെത്തേഡ്. അപ്പോൾ അതിനു മുന്നേ പണത്തിനുമായിട്ട്, അതായത് പണം എന്ന ഉപാധി നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് പുറന്തള്ളണം. അതായത് പണത്തിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതികളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒഴിവാക്കണം. അതിന് ഏറ്റവും ഫലപ്രദമായ മെത്തേഡ് ഈ ഹോപ്പണപ്പണം മണി പ്രയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നോട്ട് എടുക്കുക. 10 രൂപയായിക്കോട്ടെ, ഏതായിക്കോട്ടെ, നല്ല വൃത്തിയുള്ളൊരു നോട്ട് എടുത്തിട്ട് നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പണത്തിനോട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം വേർഡ്സ് തന്നെ, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. മലയാളത്തിലാണ് പറയണതെങ്കിൽ, പ്രിയപ്പെട്ട പണമേ, ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്? അതൊക്കെ നമ്മൾ മനസ്സിൽ വിശദമായിട്ട് കാണണം കേട്ടോ. നമ്മൾ പറയണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. നമ്മൾ പണത്തിനോട് ഒരുപാട് അനാദരവ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്? അതായത് നമുക്കൊരു സാധനം ഉണ്ടാവും കയ്യിൽ, അതായത് നമ്മളുടെ ആവശ്യത്തിന് ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വാശിക്ക് നമ്മൾ വീണ്ടും അതിനേക്കാൾ വില കൂടിയതോ അല്ലെങ്കിൽ അതിനേക്കാളും അവർക്ക് ഇല്ലാത്തതായിട്ടുള്ള ആ സാധനം ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കും. അതൊക്കെ പണത്തിനോടുള്ള അനാദരവാണ് കേട്ടോ. അതുപോലെ ചില ഫംഗ്ഷന് കണ്ടിട്ടില്ലേ, അനാവശ്യമായിട്ട് ഫുഡ് ഓവറായിട്ട് വേസ്റ്റ് ആക്കുന്നതൊക്കെ, അതും പണത്തിനോടുള്ള അനാദരവ് തന്നെയാണ് കേട്ടോ. അതല്ലാതെ അനാവശ്യമായിട്ട് ചീത്ത കാര്യങ്ങൾക്ക് നമ്മളെ പണം ചിലവാക്കിയിട്ടുണ്ടാവും, അതും പണത്തിനോടുള്ള അനാദരവാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ പണത്തിനെ അവഹേളിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ഒന്ന് ക്ഷമ പറഞ്ഞോളൂ. ഇതിലൊറ്റ മടിയും വിചാരിക്കേണ്ട. കാരണം നമ്മളും ദൈവത്തിനോട്, അല്ലെങ്കിൽ പ്രപഞ്ചനാഥനോട്, പ്രപഞ്ച ശക്തിയോടാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. പണത്തിനോട്, പണം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ഐശ്വര്യദായകമായൊരു കാര്യമാണല്ലേ. അപ്പോൾ ആ പണത്തിനോട് നമ്മൾ ക്ഷമ ചോദിക്കണം. രണ്ടാമത്തേത് എന്താണ്? പ്ലീസ് ഫോർഗീവ് മീ, എനിക്ക് മാപ്പ് നൽകിയാലും എന്തിന്, ഞാൻ ഈ ചെയ്ത തെറ്റെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, ഇതിനെനിക്ക് മാപ്പ് നൽകിയാലും. മൂന്നാമത്തേത് എന്താണ്? ഐ താങ്ക് യു. പണം പല അത്യാവശ്യ ഘട്ടത്തിലും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലേ. അതിനൊക്കെ ഏതൊക്കെ രീതിയിലാണ് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയാം. അത് നിങ്ങൾ ഓർത്തെടുത്തിട്ട് അതിനൊക്കെ ഒന്ന് നന്ദി പറഞ്ഞോളൂ. ലാസ്റ്റ് ഐ ലവ് യു, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പണം എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മളെ പേഴ്സിൽ പണം ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് കാർഡ് ഉണ്ടാവും. അപ്പോഴും നമ്മൾ പണം എൻ്റെ കയ്യിലില്ല. ചില ആളുകൾ എപ്പോഴും, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണേക്കാം, പണം ഇല്ല, പേഴ്സിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, കാർഡില്ലേ, അത് പണമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതേപോലെ ആ കാർഡിനോട് നമ്മൾ നന്ദി പറയാം. അത് നമുക്ക് ഉണ്ടല്ലോ, അതൊരു പണത്തിൻ്റെ ഉപാധി തന്നെയല്ലേ. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ പണത്തിനുള്ളതിനൊക്കെ നമ്മൾ നന്ദി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ, നിങ്ങൾ ചിലപ്പോൾ ലോട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്ന ആളാണ് എങ്കിൽ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടും. അതുമല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം മുന്നേ പണം കടം കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കൊടുത്ത പണം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിട്ടി കിട്ടും. ഏതെങ്കിലും ഭാഗ്യം, ചില ഷോപ്പിൽ നിന്നൊക്കെ കണ്ടിട്ടില്ലേ പ്രൈസ് വിൻ ചെയ്യണ, അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് ഈ ഹോപ്പണപ്പണം പ്രയർ. പിന്നെ എപ്പോഴും പണം എന്ന് പറയുന്ന കാര്യം, പണത്തെ നമ്മൾ വാല്യൂ കൊടുക്കുക, പണത്തിനെ സ്നേഹിക്കുക. പണത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ പണം നമുക്ക് വാല്യൂ തരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഹോപ്പണപ്പണം ചെയ്യുമ്പോൾ നമ്മൾ പ്യൂരിഫൈ ആവുകയാണ്. അതായത് പണവും നമ്മളും തമ്മിൽ വല്ലാത്തൊരു സ്നേഹബന്ധം അവിടെ ഉടലെടുക്കും. അനാവശ്യമായിട്ട് പണം കളയാതിരിക്കുക, ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക. അതായത് ഇതൊരു പിശുക്കായിട്ട് കാണണ്ട. അതായത് നമ്മളൊക്കെ എപ്പോഴും എന്താ ചെയ്യണത്? മറ്റുള്ളവരോട് താരതമ്യം ചെയ്യണല്ലേ. ആ ആളത് വാങ്ങി, എനിക്കും അത് വേണം, ഇങ്ങനത്തെ ചീത്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി നോക്കൂ. നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ വരും. നമ്മളെപ്പോഴും നമ്മളായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമേ വരുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ച് നിങ്ങൾ വെറും ഹോപ്പണപ്പണം മാത്രമായിട്ട് ഇരിക്കരുത് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുക. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുക. അപ്പോൾ ആ വഴിക്ക് നിങ്ങൾക്ക് പണം വരും. അപ്പോൾ ഇന്ന് ഹോപ്പണപ്പണോയിൽ 3 വീഡിയോസ് നമ്മളിവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഹോപ്പണപ്പണോയിൽ ശരിക്കും പണം വരാനുള്ള ടെക്നിക്സുകളുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോപ്പണപ്പണം മെത്തേഡ് പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.